എല്ലാവർക്കും നമസ്കാരം. ഫുഡ് ആൻഡ് ക്രാഫ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് കുറേ പേര് കുറേ നാളുകളായിട്ട് റിക്വസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് തമ്പനയിൽ കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ യൂസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഐസ്ക്രീം കഴിച്ചിട്ടുള്ള അതിൻ്റെ ഒരു പാക്കറ്റായിട്ടുള്ള ഈ ഒരു ബോൾസ് ആണ്. അപ്പോൾ ഇതുപോലത്തെ ഐസ്ക്രീം ബോൾസ് നമുക്ക് കാണുമ്പോൾ അത് കളയാൻ തോന്നില്ല അല്ലേ, നല്ലൊരു ഭംഗിയിൽ ഇരിക്കുന്നത് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ടായിരിക്കും എല്ലാവരും ഇതിങ്ങനെ എന്താ ചെയ്യുക എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ ഇത് തന്നെയാവാമെന്ന് വിചാരിച്ചു. അപ്പോൾ കുറേ കഷ്ടപ്പെട്ടിട്ട് ഷൂട്ട് ചെയ്ത വീഡിയോ ആണ്. ഇവിടെ നിറച്ച് പവർ കട്ടും പ്രശ്നങ്ങളൊക്കെ ആയിട്ട് 2 ദിവസം എടുത്തിട്ട് കുറച്ചായിട്ട് ഷൂട്ട് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണും, എന്നിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ നമുക്കെന്നാൽ ഇന്നത്തെ വീഡിയോ തുടങ്ങാം. അപ്പോൾ ഞാനിത് മുഴുവനൊന്നും എടുത്തിട്ടില്ല, ഒരു 5 എണ്ണമാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എത്ര എണ്ണം വേണമെങ്കിലും എടുക്കാം. പിന്നെ നമുക്ക് കുറച്ച് പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കണം. അപ്പോൾ 5 ബോളല്ലേ ഉള്ളത്, അപ്പോൾ ഒരു 5 എണ്ണം ഉണ്ടാക്കാം. അപ്പോൾ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കാൻ എല്ലാവർക്കും അറിയും തന്നെയല്ലേ. നമുക്ക് ന്യൂസ് പേപ്പറിൻ്റെ പീസോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മാഗസിൻ്റെ ഒരു പേജോ എന്തെങ്കിലും എടുത്തിട്ട് നടുവിലൊരു സ്ക്വയർ വെച്ച് ടൈറ്റിൽ അങ്ങോട്ട് റോൾ ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് കുറച്ച് ഫെവിക്കോളും തേച്ച് കൊടുക്കുക. അപ്പോൾ ഈർക്കിളി ഉണ്ടെങ്കിൽ അത് മതി, അത് വെച്ചിട്ട് ഒന്ന് ചുരുട്ടി എടുത്തിട്ട് ലാസ്റ്റ് ഈർക്കിളി പുറത്തോട്ട് എടുക്കണ്ട കേട്ടോ, കുറച്ച് ബലത്തിൽ ഇരുന്നോട്ടെ, അതിൻ്റെ ഉള്ളിൽ തന്നെ ഇരുന്നോട്ടെ കേട്ടോ. അപ്പോൾ അങ്ങനെ ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ഉണ്ടാക്കിയിട്ട് കാണാം. ആദ്യം നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ലെവൽ ചെയ്യാം. പിന്നെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ബോളുകളില്ലേ, ഇതിനെല്ലാത്തിനും ഒരു ഹോൾ ഇട്ട് കൊടുക്കണം. അപ്പോൾ ഞാനിത് നമ്മുടെ പപ്പടം കാച്ചുന്ന ആ ഒരു കോല് വെച്ചിട്ട് ഗ്യാസിൻ്റെ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയിട്ടാണ് ഹോൾ ഇട്ടത്. അപ്പോൾ വളരെ ഈസിയാണ് ഇട്ടത്, അത്ര കനൊന്നുമില്ല ഇതിൻ്റെ ഒരു കവറിന്. അപ്പോൾ ആ ഒരു അടയ്ക്കുന്ന മൂടിയുടെ ഭാഗത്താണ് അങ്ങനെ ചെയ്യേണ്ടത് കേട്ടോ. മറ്റേ ഭാഗത്തിന് കുറച്ച് കട്ടി ഉണ്ടാവും, കുറച്ച് പാടായിരിക്കും. പിന്നെ നമ്മുടെ ഓരോ പേപ്പർ സ്റ്റിക്കും അതിൻ്റെ തുമ്പ് ചെറുതായിട്ടൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലേക്ക് കയറ്റി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ കറക്റ്റ് ഇങ്ങനെ ഇരുന്നോളും. അപ്പോൾ 5 എണ്ണം അങ്ങനെ ചെയ്യുക. ഇനി അഥവാ ലൂസായിട്ടുണ്ടെങ്കിൽ ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചാൽ മതി. കറക്റ്റ് തന്നെ ഹോള് ആണെങ്കിൽ കൂടുതൽ നന്നായിരിക്കും. അപ്പോൾ നമുക്ക് ഗമ്മിൻ്റെ ആവശ്യമൊന്നുമില്ല, കറക്റ്റ് തന്നെ ഇരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയും കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ഒരു ഐഡിയയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ എടുക്കുന്നത് ഇതുപോലത്തെ തെർമോക്കോളിൻ്റെ ബോൾസ് ആണ്. അപ്പോൾ ഇത് നമുക്ക് ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ, ഫാൻസി ഷോപ്പിൽ, അതുപോലെ തന്നെ ആമസോണിലും വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ കുറച്ച് പൈസയ്ക്ക് കുറേ കിട്ടും കേട്ടോ. അതിങ്ങനെ അത്ര വെയിറ്റ് ഇല്ലല്ലോ, അപ്പോൾ വെയിറ്റിനനുസരിച്ച് അതിൻ്റെ വില വരിക. അപ്പോൾ പല കളറിലും ഒക്കെ കാണാറുണ്ട്. എൻ്റെ കയ്യിൽ വൈറ്റ് മാത്രമേ ഉള്ളൂ, അതാണ് ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യം ഈ ഒരു ബോൾസിൽ കുറച്ച് ഫെവിക്കോൾ ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഫെവിക്കോൾ നന്നായിട്ട് തേച്ചിട്ട് നമ്മുടെ ഈ ഒരു തെർമോക്കോളിൻ്റെ ബോൾസിലൊന്ന് ഉരുട്ടി കൊടുക്കുക. അപ്പോൾ കുറേയൊക്കെ അതിൽ പറ്റിപ്പിടിക്കും. പിന്നെ നമ്മൾ കൈ വെച്ച് തന്നെ ഒന്ന് ആക്കി കൊടുത്താൽ മതി, ഫുള്ള് കവർ ചെയ്തെടുക്കുക പറ്റുന്ന പോലെ കേട്ടോ. ഇനി ഇത് ഉണങ്ങാൻ വെക്കുക. ഉണങ്ങിയിട്ട് നമുക്ക് ഇതുപോലെ ഏതെങ്കിലും നല്ല കളർ എടുത്തിട്ട് അതിൽ ലേശം വെള്ളവും കൂടെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടിച്ചു കൊടുക്കുക ബ്രഷ് വെച്ചിട്ട്. അപ്പോൾ നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഇതിൽ ചേർക്കാൻ പാടുള്ളൂ കേട്ടോ, ഒരുപാടൊന്നും ആവരുത്. ഒരുപാട് ലൂസായി കഴിഞ്ഞാൽ നമുക്കത് പിന്നെ പിടിക്കാണ്ട് വരും അതിൽ. അപ്പോൾ കുറച്ച് വെള്ളം, അപ്പോൾ ഒരുവിധം ലൂസിൽ നമുക്ക് അടിച്ചു നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആദ്യം കുറച്ച് വെള്ളം ഒന്ന് ചേർത്ത് നോക്കുക കേട്ടോ. എന്നിട്ട് ഇതുപോലെ അടിച്ച് നന്നായിട്ട് ഫില്ല് ചെയ്യാം. അപ്പോൾ നമുക്ക് ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ അത് ബ്രഷ് വെച്ചിട്ട് തന്നെ ഒന്നാക്കിയാൽ മതി. ഉള്ളിലോട്ട് ബ്രഷ് കടത്തിയിട്ടേ ആ ഒരു ഗ്യാപ്പ് കാണുന്നിടത്ത് കളർ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അധികം കളറൊന്നും വേണ്ടി വരില്ല, കുറച്ച് വെള്ളം മിക്സ് ചെയ്യുന്നുണ്ടല്ലോ, അപ്പോൾ പെട്ടെന്ന് ആയിക്കോളും. എന്നിട്ട് ഇത് ഉണക്കിയെടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് ഓരോ ബോൾസിനും കൊടുക്കാം കേട്ടോ. അടുത്തതായിട്ട് അത് ഉണങ്ങുന്ന സമയം കൊണ്ട് ഞാൻ ഇതുപോലത്തെ ഒരു A4 ഷീറ്റ് എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള ഏതെങ്കിലും വൈറ്റ് ഷീറ്റ് എടുക്കുക. എന്നിട്ട് നേരത്തെ പേപ്പർ സ്റ്റിക്ക് ഉണ്ടാക്കിയില്ലേ, അതേപോലെ തന്നെ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കാം കേട്ടോ. എന്നിട്ട് അതിൻ്റെ ഉള്ളിലൊരു കമ്പി കഷ്ണം വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ഒരു സ്റ്റിക്കിൻ്റെ പകുതിയൊക്കെ മതി കേട്ടോ, ഒരു കമ്പിയുടെ വലിപ്പം. കനം കുറഞ്ഞാണ് കുറച്ചും കൂടെ നല്ലത്. ഇതൊരു ചെമ്പ് കമ്പി ഇവിടെ ഉണ്ടായിരുന്നത്, ഞാൻ ആക്കിയെന്നുള്ളൂ. അപ്പോൾ ഇത് നമ്മൾ എന്തിനാണെന്ന് വെച്ചാൽ ഇതൊന്ന് വളയ്ക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കമ്പി ഉള്ളിലുണ്ടാകുമ്പോൾ നമുക്ക് ഈ പേപ്പർ സ്റ്റിക്കിന് ഇഷ്ടം പോലെ വളയ്ക്കാമല്ലോ. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്തിട്ട് ഒന്ന് വളച്ചെടുക്കുന്നുണ്ട് ഞാനിത് കേട്ടോ. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിക്കിനൊക്കെ ഇഷ്ടമുള്ള കളർ കൊടുക്കാം. അപ്പോൾ ഞാനൊരു 5 എണ്ണം ഉണ്ടാക്കി കളർ ചെയ്ത് ഉണക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ ഐസ്ക്രീം ബോൾസും ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. കണ്ടോ, നല്ല ഭംഗിയില്ലേ കാണാനായിട്ട്, എന്ത് രസമാണ്. അപ്പോൾ നമുക്ക് ഇതും കൂടെ എല്ലാം കൂടെ ഒന്ന് സെറ്റ് ചെയ്യണം, അത്രയ്ക്കേ ഉള്ളൂ ഇനി പരിപാടി. അപ്പോൾ ഇത് എൻ്റെ ഫുൾ അങ്ങോട്ട് ഉണങ്ങിയിട്ടില്ല, അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കളർ ആവണുണ്ട് തൊടുമ്പോൾ. പിന്നെ ഞാൻ ഈ വീഡിയോ ഫിനിഷ് ചെയ്യാൻ വേണ്ടി വേഗം എടുത്താണ് കേട്ടോ, കാരണം ഇവിടെ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ ചെയ്യുമ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ട് എടുത്താൽ മതി. അപ്പോൾ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും തൊട്ടാലൊന്നും പ്രശ്നമില്ലല്ലോ. പിന്നെ നമുക്ക് ഇഷ്ടമുള്ള നല്ലൊരു വേസിൽ സെറ്റ് ചെയ്ത് വെക്കുകയും ചെയ്യാം. പിന്നെ ഒരു കാര്യം, നിങ്ങളുടെ കയ്യിൽ ഇതുപോലത്തെ
ഇതുപോലത്തെ തെർമോക്കോളിൻ്റെ ബോൾസ് ഇല്ലെങ്കിൽ നമുക്ക് വല്ല മുട്ടത്തൊണ്ടൊക്കെ പൊടിച്ചിട്ട് കളർ ചെയ്തിട്ട് വേണമെങ്കിൽ ഈ ഒരു ബോളിൽ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോഴും ഭംഗിയൊക്കെ ഉണ്ടാവും. ഓരോ കളറിൽ കളർ ചെയ്തെടുത്താൽ മതി. അപ്പോൾ എന്ന് വെച്ചാൽ ഈ ഒരു ബോൾസ് കിട്ടാത്തവർക്കുള്ളൊരു ഐഡിയ ആണ് കേട്ടോ അത്. അപ്പോൾ ഇതിന് കറക്റ്റായിട്ടുള്ള വേസ് ഇപ്പം എൻ്റെ കയ്യിലില്ല. അപ്പോൾ ഞാനൊരു വലിയ വേസിൽ ജസ്റ്റ് അതൊന്ന് ഇറക്കി വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ വേറെ ഒരു വേസൊക്കെ ചെയ്യാമെന്ന് ഞാൻ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോൾ കറണ്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് അതൊക്കെ ചെയ്ത് വരുമ്പോൾ ഈ വീഡിയോ ഒരുപാട് ലെങ്തി ആവും. പിന്നെ എനിക്ക് ചിലപ്പോൾ ഷൂട്ട് ചെയ്യാനും പറ്റിയെന്ന് വരില്ല. അപ്പോൾ അതുകൊണ്ടാണ് കുറേ നാളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന വീഡിയോ അല്ല ഈ ഒരു ബോൾസിൻ്റെ. അപ്പോൾ അത് ഇപ്പോൾ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ അങ്ങോട്ട് തീർത്തതാണ് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ എന്തായാലും ഇതിന് താഴെയുള്ള ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. ഇത് നിങ്ങളുടെ ഫ്രണ്ട്സും റിലേറ്റീവ്സും ഒക്കെ ആയിട്ടൊന്ന് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. പുതുതായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇപ്പോൾ കാണുന്നുണ്ടെങ്കിൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് നമ്മുടെ ഫാമിലിയിൽ ജോയിൻ ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യുക. ഓൾ എന്നുള്ളൊരു ഓപ്ഷനും എനേബിൾ ആക്കുക. പിന്നെ പ്രാർത്ഥനാസ് വേൾഡ് സമയം കിട്ടുമ്പോൾ ഒന്ന് കണ്ടു നോക്കി സപ്പോർട്ട് ചെയ്യുക. പിന്നെ നമ്മുടെ പുതിയ ഫേസ്ബുക്ക് പേജ് ഒന്ന് എല്ലാവരും ലൈക്ക് ചെയ്തിട്ട് ഫോളോ ചെയ്യണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെ ഉള്ളൂ. നാളെ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരാം. കീപ് വാച്ചിങ്. താങ്ക് യു.